ഇനി ഒരു മ്യൂസിയം പരിചയപ്പെടുത്തുകയാണ്. വയനാട് മേപ്പാടി സ്വദേശി ഷൗക്കത്തിന് സ്വന്തമായ ഒരു മ്യൂസിയമുണ്ട്. തീർത്തും വ്യത്യസ്തമായ ഒരിടമാണ്. പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച സാധനങ്ങളാണ് ഈ മ്യൂസിയം നിറയെ. നമുക്കൊന്ന് കണ്ടുവരാം. ഇതൊരു ഹെലികോപ്റ്ററിന്റെ ഒരു രൂപ സദൃശ്യം ആണ്. അതുപോലെ ഉണ്ടാക്കിയതാണ്. മേലെ സാധാ ഫാന്, പിന്നെ ഒരു ഡ്രമ്മ്, പിന്നെ നമ്മൾ പാത്രമൊക്കെ കഴുകുക, വീട്ടിൽ അലക്കുമ്പോഴൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്ലാസ്റ്റിക് പാത്രം, അതിന് ബാക്കിൽ ഒരു ഫാനിൻ്റെ പാർട്സ്, ഫ്രണ്ടിൽ വരുന്നതെല്ലാം ഇതുപോലെ തന്നെ പ്ലാസ്റ്റിക് പാത്രങ്ങൾ വെച്ച് ആണ് ഈ ഡ്രമ്മ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. പാഴ്വസ്തു എന്ന ഒന്നില്ലെന്നാണ് വയനാട് മേപ്പാടി സ്വദേശി ഷൗക്കത്ത് പറയുന്നത്. വലിച്ചെറിയുന്നതും ഉപേക്ഷിക്കുന്നതുമായ വസ്തുക്കളിൽ നിന്ന് മനോഹരമായ സാധനങ്ങളാണ് ഷൗക്കത്ത് ഉണ്ടാക്കുന്നത്. ഹാസ്യതാരത്തിൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് പപ്പുവിനെ. അപ്പോൾ പപ്പുവിനെ എന്ന് ഓർക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഇഷ്ടമാണ്. അപ്പോൾ ആ പപ്പുവിൻ്റെ ഒരു പഴയ റോഡ് ഇഞ്ചൻ ഇപ്പോൾ ഞാൻ ശരിയാക്കി തരാമെന്ന് നമ്മൾ മറക്കാത്തൊരു ഡയലോഗോട് കൂടി തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. മേപ്പാടി 1-ാം മൈലിലെ കെട്ടിടത്തിന് മുകളിലാണ് ഷൗക്കത്തിന്റെ മ്യൂസിയം. ഗ്യാസ് അടുപ്പ് നന്നാക്കുന്ന ആളാണ് ഷൗക്കത്ത്. ഒഴിവുവേളകളിലാണ് പാഴ്വസ്തുക്കൾ കൊണ്ട് നിർമ്മാണം നടത്തുന്നത്. അങ്ങനെ രൂപപ്പെട്ടതാണ് ഈ കാണുന്നതെല്ലാം. ഒറിജിനലിനെ വെല്ലുന്ന തരത്തിലാണ് നിർമ്മാണം. എൻ്റെ മുന്നിൽ കാണുന്നതൊന്നും പായ്വസ്തുക്കളല്ലാതായി ഏതൊരു പായ്വസ്തു കണ്ടാലും അതൊരു വസ്തുവാക്കിയെടുക്കുക എന്നുള്ളൊരു രീതിയിലേക്ക് മാറി. ഇപ്പോൾ ഇവിടെ കാണുന്ന ഗ്രാമഫോണുകളിൽ 1 ഒറിജിനലാണ്, ബാക്കി 3 ഞാൻ ഉണ്ടാക്കിയത് ബൈക്കിൻ്റെ സൈലൻസർ, ക്ലോക്കിൻ്റെ പാർട്സുകൾ, നമ്മൾ സാധാ പ്ലേറ്റ്, ഇത്തരം സാധനങ്ങൾ വെച്ചൊരു ഗ്രാമഫോൺ വർക്ക് ചെയ്യുന്ന രീതിയിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. പുരാവസ്തു സമാഹരണമാണ് മറ്റൊരു ഹോബി. ആദ്യകാലത്തെ കാർഷിക ഉപകരണങ്ങൾ, പെട്രോൾ മാക്സ് ഉൾപ്പെടെ നിരവധി ഉപകരണങ്ങൾ. മ്യൂസിയത്തിൽ നിന്ന് ലഭിക്കുന്ന തുകയിൽ നല്ലൊരു ഭാഗം ജീവകാരുണ്യ പ്രവർത്തനത്തിനായി മാറ്റിവെക്കും. ഇതിനായി ജനകീയ കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, വയനാട്. പല മ്യൂസിയങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഷൗക്കത്തിന്റെ ഈ മ്യൂസിയം അല്പം വ്യത്യസ്തമാണ്, അല്ലേ? അത് ഷൗക്കത്ത് ചെയ്യുന്ന പ്രവൃത്തിയിലൂടെയാണ് വ്യത്യസ്തമാകുന്നത്. എം കമൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. കമൽ, പറയൂ, ഷൗക്കത്തിന്റെയും മ്യൂസിയത്തിന്റെയും കൂടുതൽ വിശേഷങ്ങൾ. ഷൗക്കത്ത് വളരെ വ്യത്യസ്തനായ ഒരു വ്യക്തിയാണ് എന്ന് നമുക്ക് ആ കഥ കേട്ടപ്പോൾ തന്നെ മനസ്സിലായി. ഷൗക്കത്ത് പറയുന്നത് പോലെ തന്നെ ഒരു വസ്തുവും പാഴല്ല, നമ്മൾ കളയുന്നതൊന്നും പാഴാക്കേണ്ടതല്ല എന്നതാണ് ഷൗക്കത്തിൻ്റെ മുദ്രാവാക്യം. അങ്ങനെയാണ് ഈ പാഴ്വസ്തുക്കൾ, വലിച്ചെറിയുന്നതും ഉപേക്ഷിക്കപ്പെടുന്നതുമായ സാധനങ്ങളൊക്കെ എടുത്ത് വളരെ ഭംഗിയുള്ള വസ്തുക്കളായി ഷൗക്കത്ത് മാറ്റുന്നത്. ആ ഉണ്ടാക്കിയ സാധനങ്ങളെല്ലാം 6 വർഷമായി ഇത് തുടങ്ങിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയ സാധനങ്ങൾ ഒരു മ്യൂസിയമാക്കി പ്രദർശിപ്പിക്കുകയാണ് ഷൗക്കത്ത്. അതോടൊപ്പം ഷൗക്കത്ത് കാലങ്ങളായി ശേഖരിക്കുന്ന പുരാവസ്തുക്കളുമുണ്ട്. മേപ്പാടി 1-ാം മൈലിലെ ഒരു കെട്ടിടത്തിന് മുകളിലാണ് മ്യൂസിയം പോലെ ഇവയെല്ലാം ഒരുക്കിയിരിക്കുന്നത്. സന്ദർശകരിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ഉപയോഗിച്ച് ജീവകാരുണ്യ പ്രവർത്തനം നടത്തുക എന്ന മഹത്തായ ലക്ഷ്യം കൂടി ഷൗക്കത്തിനുണ്ട്. ഇതൊക്കെയാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്. എന്തായാലും ഒരുപാട് സന്ദർശകർ വയനാട്ടിൽ വരുമ്പോൾ മേപ്പാടി ഭാഗത്തൊക്കെ ടൂറിസ്റ്റുകൾ പോകുന്നതാണ്. ഇനി ഷൗക്കത്തിൻ്റെ മ്യൂസിയം കണ്ട ജീവകാരുണ്യ പ്രവർത്തനത്തിന് അദ്ദേഹത്തിനെ സഹായിക്കുക കൂടി ചെയ്യാൻ എല്ലാവർക്കും അവസരമുണ്ടാകും. ഈ വ്യത്യസ്തമായൊരു മ്യൂസിയം കാണുകയും ചെയ്യാം. തീർച്ചയായും കമൽ, വയനാട്ടിലുള്ളവർ, വയനാട്ടിലേക്ക് പോകുന്നവരൊക്കെ മേപ്പാടി അതുവഴി പോയാൽ ഷൗക്കത്തിന്റെ മ്യൂസിയത്തിലേക്ക് പോവുകയാണെങ്കിൽ കൗതുകമുള്ള ഒരുപാട് വസ്തുക്കൾ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ഒരു നല്ല പ്രവൃത്തി കൂടി ചെയ്യാൻ വേണ്ടി ഷൗക്കത്ത് നിങ്ങൾ നൽകുന്ന ചെറിയ തുക, അത് നല്ല പ്രവൃത്തിക്ക് വേണ്ടി, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഷൗക്കത്ത് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്കും ആ നല്ല പ്രവൃത്തിയുടെ ഒരു ഭാഗമാകാം എന്നതാണ്. ശരി.